നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലാണ് റയൽ മാഡ്രിഡ് തങ്ങളുടെ മധ്യനിരയിലേക്ക് ജൂഡ് ബെല്ലിംഗ്ഹാമിനെ കൊണ്ടുവരുന്നത്. നമുക്കറിയാം, എവരെയും അമ്പരപ്പിക്കുന്ന പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ 20 ഗോളുകളും 9 അസിസ്റ്റുകളും അദ്ദേഹം റയലിന് വേണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ സീസണിൽ റയലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായി മാറാൻ ജൂഡ് ബെല്ലിംഗ്ഹാമിന് സാധിച്ചിട്ടുണ്ട്. നേരത്തെ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ മധ്യനിര അടക്കി ഭരിച്ച ഒരു ഇതിഹാസമാണ് ബ്രസീലിയൻ സൂപ്പർ താരമായിരുന്ന കക്ക. ആഞ്ചലോട്ടിക്ക് കീഴിൽ 6 വർഷക്കാലം കളിച്ചിട്ടുള്ള താരമാണ് കക്ക. ഈ 2 താരങ്ങളെയും ഇപ്പോൾ ആഞ്ചലോട്ടി തന്നെ ഒന്ന് താരതമ്യം ചെയ്തിട്ടുണ്ട്. അതായത് ഓഫ് ദി ബോളിന്റെ കാര്യത്തിൽ ബെല്ലിംഗ്ഹാം മുന്നിലാണ് എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബോൾ ലഭിച്ചു കഴിഞ്ഞാൽ ബോക്സിലേക്ക് വളരെയധികം കയറുന്ന ഒരു കക്കയെയാണ് നമുക്ക് കാണാൻ കഴിയുക. കക്കയിൽ നിന്നും ബെല്ലിംഗ്ഹാമിനെ വ്യത്യസ്തമാക്കുന്നത് ഓഫ് ദി ബോൾ മൂവ്മെന്റുകൾ തന്നെയാണ്. ഞങ്ങൾ ഇപ്പോൾ ഒരു നമ്പർ 9 സ്ട്രൈക്കർ ഇല്ലാതെയാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോക്സിൽ ഒരുപാട് സ്പേസുകൾ ഉണ്ടാകും. കക്ക കളിച്ചിരുന്ന കാലത്തെ സിസ്റ്റം അത് ഡിഫറൻ്റ് ആയിരുന്നു. പക്ഷെ സ്വാഭാവികമായി പറയുകയാണെങ്കിൽ ബോൾ ഉള്ള സമയത്ത് കക്കയാണ് മികച്ചത്. എന്നാൽ ബെല്ലിംഗ്ഹാമിന്റെ ഓഫ് ദി ബോൾ മൂവ്മെന്റുകൾ വളരെയധികം എഫക്റ്റീവാണ്. ഇതാണ് റയലിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ നടന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഒരു അസിസ്റ്റ് സ്വന്തമാക്കാൻ ബെല്ലിംഗ്ഹാമിന് കഴിഞ്ഞിരുന്നു. പക്ഷെ അടുത്ത 2 ലാലിഗ മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല, സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ അടുത്ത മാസം അത്ലറ്റിക് ക്ലബിനെതിരെ നടക്കുന്ന മത്സരത്തിലായിരിക്കും ബെല്ലിംഗ്ഹാം ഇനി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.